അപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്ലാനിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ഇവരുടെ ഇന്നോവ കംപ്ലീറ്റ് ആയിട്ട് ഇടിയിലങ്ങ് തകരുകയാണ് സഞ്ചരിച്ചിരുന്നത്. എനിക്ക് മാത്രം ബോധമുണ്ട്, ബാക്കിയുള്ള ഹസ്ബൻഡിനില്ല, മകനില്ല. ഇവരെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലുകളുടെ ഏജന്റുകളാണ് ആ സെക്കൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ തന്നെ പുള്ളിയുടെ ഡ്രൈവർ പറയുന്നുണ്ടല്ലോ, ഒരു ലോറി ട്രാക്ക് തെറ്റിച്ചതാണെന്ന് പറയുന്നു. അതൊരു മാജിക്കൽ പ്ലേസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഷെങ്കൻ കൺട്രിയിൽ എന്നെ അങ്ങേയറ്റം ആകർഷിച്ചൊരു സ്ഥലങ്ങളിലൊന്നും. പക്ഷെ അതില് മമ്മൂട്ടിയുടെ ഉമ്മയെ പറ്റി എഴുതിയാണ്. ബസ് മാത്രം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നും 7000 കിലോമീറ്ററുകൾ താണ്ടി, ഭൂഖണ്ഡങ്ങൾ താണ്ടിയാണ് ഞാൻ ഈ ഷെർലക് ഹോംസ് മരിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെത്തുന്നു. സത്യം പറ, പുള്ളിക്കാരിനെ എനിപ്പിക്കാൻ ബ്രേക്ക് ഔട്ട് ചെയ്തല്ലേ? ശരിക്കും അല്ല കേട്ടോ. ബസ്സിലോട്ടൊക്കെ നമ്മൾ കയറുമ്പം ഒരു ബസ് നിറയെ സുന്ദരന്മാരും സുന്ദരികളും. ഞാൻ എൻ്റെ മോളും കൂടിയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും നോക്കുന്ന പോയിന്റൊക്കെ ഒന്നാണ്. അപ്പോൾ എത്തിക്കല് നമ്മൾ പറയാം, അമ്മ നമ്മൾ രണ്ടുപേരും ഒരാളെ നോക്കുന്നത് ശരിയാണോ? പിന്നെ യാത്രയിലെ പാർട്ട്ണർ ആരാണ്? അത് ഈ ദുർദേവതകളുടെ കുന്ന് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തോ ഒരു സ്ഥലത്തോട്ട് നോക്കി നിന്നാണ് ഇതെല്ലാം കൂടി കുരയ്ക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു ചിപ്സ് പാക്കറ്റ് പറന്നു പോകുന്നു തൊട്ടപ്പുറത്തെ സീറ്റിലേക്ക്. അപ്പം എയർ ഹോസ്റ്റസുമാർ പോലും കേരളത്തിൽ നിന്നുള്ളവരല്ലല്ലോ. നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നോ കേരളത്തിൽ നിന്ന് വരുന്നോ ഒന്നുമല്ല, നമ്മൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. നമസ്കാരം, ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കണ്ടോ ഞാൻ എന്താ വീണ്ടും പോഡ്കാസ്റ്റയുടെ ആദ്യത്തെ എപ്പിസോഡിൽ അതിഥിയായിട്ട് വന്നതാണ് ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഹോസ്റ്റായിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ അഖിലും ജെൻസനൊക്കെ ആയിട്ട് നമ്മളൊരു ഫാമിലി പോലെ തോന്നിയായിരുന്നു. ഇന്നത്തെ അതിഥി എൻ്റെ വളരെ ഉറ്റ സുഹൃത്താണ്, പക്ഷെ എന്നെ കോടതി കയറ്റിയ ആളാണ്. രമ്യ സാനന്ദ്. സ്വാഗതം രമ്യ. രമ്യ യാത്രികയാണ്, എഴുത്തുകാരിയാണ് അല്ലേ? നമ്മൾ ഒരുമിച്ച് ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, 8 ദേശങ്ങൾ 8 യാത്രകൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതുപോലെ ഹോബി ആയിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ തന്നെ ഗാർഡനിങ്ങും ഏറ്റെടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ എനിക്ക് രമ്യയെ കുറിച്ച് ഒരുപാട് അറിയാം, പക്ഷെ പോഡ്കാസ്റ്റയുടെ പ്രഷർക്ക് വേണ്ടി ഞാൻ ചോദ്യം ചോദിച്ചേ പറ്റുള്ളൂ. എന്റെ സീറ്റ് ഇതല്ലേ, അവതാരകയുടെ റോളാണ്. രമ്യയെ എങ്ങനെയാണ് പോഡ്കാസ്റ്റയുടെ പ്രഷർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഞാൻ രമ്യ എസ് ആനന്ദ്, ഒരു സഞ്ചാരിയാണ്. ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ, കേരള ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൻ്റെ അണ്ടറിലുള്ള റവന്യൂ ലൈസൺ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 26 രാജ്യങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് തവണ ഓൾ ഇന്ത്യ ട്രിപ്സ് ചെയ്തിട്ടുള്ളതാണ്. എഴുത്ത് ഇഷ്ടമാണ്, വായനയാണ് അതിലേറെ ഇഷ്ടം, ഗാർഡൻ സ്റ്റൈലിംഗ് ഉണ്ട്. ഇതെല്ലാം യാത്രയാണ് എന്നത്തെയും പ്രിയപ്പെട്ട ഇൻട്രസ്റ്റ്. ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രമ്യ വർക്ക് ചെയ്യുന്നത് ഹൈക്കോർട്ടിലാണല്ലേ? അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഞാൻ രമ്യയെ കാണാൻ വന്നത് ഹൈക്കോർട്ടിൻ്റെ താഴെയാണ്. അതുകൊണ്ടാണ് ഞാൻ കോടതി കയറ്റിയെന്ന് പറഞ്ഞത്. ഒരു നല്ല ഒരു കൂടിക്കാഴ്ചയായിരുന്നു. നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അവിടെ വെച്ചായിരുന്നു. ഒരുപാട് യാത്രാ വിശേഷങ്ങളെന്ന് നമ്മൾ പങ്കുവച്ചു. അപ്പോൾ ലീവൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലേ ഈ യാത്രകൾ ഒരുപാട് ചെയ്യുന്നത്? ലീവ് എടുക്കാറുണ്ട്. അത് എപ്പോഴും ഒരു എംപ്ലോയിക്ക് അനുവദിച്ചിട്ടുള്ള ലീവുകൾ മാത്രം എടുത്തുകൊണ്ട് തന്നെ, പ്രത്യേകിച്ചും ഈ ഒരു വെക്കേഷനുകളുണ്ടല്ലോ, നമുക്ക് ആ സമയത്ത് ക്രിസ്മസ്, ഓണം വെക്കേഷനുകളിലാണ് ഞാൻ കൂടുതലും യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ മിസ് ചെയ്ത്, നമ്മുടെ പല പരിപാടികളും മിസ് ചെയ്തിട്ട് നമ്മൾ യാത്രയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കണം. പല ഗെറ്റ് ടുഗെദർ, കല്യാണങ്ങൾ, അങ്ങനെ കുറേ. അങ്ങനെ ഒരു ഇതായിട്ട് ഞാൻ ലീവ് എടുക്കാറേ ഇല്ല. എടുക്കുന്ന എപ്പോഴും യാത്രയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഞാനൊരു 22 വർഷമായിട്ട് ഞാൻ ഓണം നാട്ടിൽ ആഘോഷിച്ചിട്ടേ ഇല്ല. ആ സമയം എപ്പോഴും ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും. ഇത് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ വർക്ക് ചെയ്യുന്നത് UAE-ലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള എനിക്ക് നാട്ടിലുള്ളവർക്ക് കുറച്ച് അസൂയം കൂടെ ഉണ്ട്. കാരണം ഓണം, ക്രിസ്മസ് അങ്ങനെ കുറച്ചധികം ലീവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആകെ ഒരു റമദാൻ, പിന്നെ അവിടുത്തെ ഒരു നാഷണൽ ഹോളിഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് ഞാനൊക്കെ യാത്രകൾ പോകുന്നത്. അപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾ പലതും നമ്മൾ മാറ്റി വെച്ചിട്ട് വേണ്ടേ നമുക്ക് പോകാൻ? തീർച്ചയായിട്ടും വലിയ ഫംഗ്ഷനുകളും നാട്ടിലെ ഫംഗ്ഷനുകളും ഇതെല്ലാം തന്നെ നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആദ്യ യാത്ര എന്തായാലും കുടുംബത്തോടൊപ്പം ആയിരിക്കുമല്ലോ, ഓർമ്മയുണ്ടോ? ശരിക്കും യാത്രയുടെ ഒരു തുടക്കം തീരെ കുട്ടിക്കാലത്തുള്ളൊരു യാത്രയാണ്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ടൊന്നും കവിതയോട് പറഞ്ഞെന്ന് തോന്നുന്നു. കുട്ടിക്കാലത്ത് എൻ്റെ പേരൻസ് അധ്യാപക ദമ്പതികളാണ്. അപ്പോൾ അവരുടെ ചെറിയ ജീവിത രീതിക്ക് അനുസരിച്ചുള്ള ചെറിയ ചെറിയ യാത്രകളായിരുന്നു അന്ന് കേരളത്തിനകത്ത്, പിന്നെ സൗത്ത് ഇന്ത്യയിലൊരുക്കും വ്യാപിച്ച യാത്രകൾ. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു യാത്ര എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് കന്യാകുമാരിയിലേക്ക്. ഞങ്ങളൊരു ടൂറിസ്റ്റ് ബസ്സിൽ കന്യാകുമാരിയിലെ അമ്മയും അച്ഛനും എനിക്ക് മൂത്ത 2 ബ്രദേഴ്സ്, എല്ലാവരും യാത്രാ പ്രിയരാണ്. അപ്പോൾ ആ കുട്ടിക്കാലത്ത് അന്ന് ബസ്സിനകത്തിൽ എനിക്കിരിക്കാനോട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഇരിപ്പിടം കിട്ടാറില്ല. അപ്പം ഞാനൊരു വലിയ ബാഗിൻ്റെ പുറത്ത് ഇരുന്ന് കന്യാകുമാരിയിലോട്ട് ചെല്ലുമ്പോൾ കടലിലേക്ക് താഴുന്ന ഒരു സൂര്യനുണ്ട്. അപ്പം
ഏറ്റവും ഇപ്പോഴും ലൈവായിട്ടുള്ളൊരു ഓർമ്മ അതാണ് യാത്രയുടെ ആദ്യത്തെ ഓർമ്മ. ഒരു ടൂറിസ്റ്റ് ബസ്സിലിരുന്ന് വളരെ ചെറിയൊരു കുട്ടി കടലിലേക്ക് താഴുന്ന സൂര്യൻ കണ്ടുകൊണ്ടാണ് ഞാൻ കന്യാകുമാരിയിലേക്ക് എത്തുന്നത്. അതാണ് ഏറ്റവും മനോഹരമായ യാത്ര ഓർമ്മയുടെ ഒരു തുടക്കം അതാണ്. അതെ, സൂര്യാസ്തമയത്തിനും ഉദയത്തിനും വേറെ പ്രസിദ്ധമാണല്ലോ അല്ലേ കന്യാകുമാരി. കന്യാകുമാരി നമുക്ക് എന്നുള്ളൊരു മലയാളിയുടെ ഒരു ഇതാണല്ലോ, നമുക്ക് യാത്രയുടെ തുടക്കങ്ങളിലെ ഒരു. രമ്യയുടെ സ്ഥലം, വീട്? എൻ്റെ വീട് അടൂരിനടുത്ത് തെങ്ങമോ എന്ന് പറയുന്ന വളരെ റിമോട്ടായ ഒരു സ്ഥലമാണ്. ഇന്നും അത്രയും ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല നാട്ടുകാരുള്ള അങ്ങനെ ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ലയിൽ. രമ്യ ഒരുപാട് എഴുതും. എഴുത്തുകൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം രമ്യ ഒരുപാട് വായിക്കുന്ന ഒരാളും കൂടിയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രമ്യ എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിയത്? സഞ്ചാരം വഴി തന്നെയാണോ അതോ? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു വായനക്കാരിയാണ്. വളരെ കുറച്ച് എഴുതാനും കൂടുതൽ വായിക്കാനും ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു. ചെറിയ കാലം തൊട്ടേ നല്ല അതിശക്തമായ വായന. ഞാൻ പറഞ്ഞല്ലോ, അച്ഛനമ്മമാരുടെ ചെറിയ ബജറ്റിൽ അവർ സമ്മാനിച്ചിരുന്ന പുസ്തകങ്ങൾ, പിന്നെ എനിക്ക് റിലേറ്റീവായിട്ട് ഉള്ള എൻ്റെ കുറേ അച്ഛൻ്റെ ചേട്ടന്മാരുടെ മക്കളൊക്കെ ഉണ്ട്. അവരെല്ലാം നല്ല നല്ല പുസ്തകങ്ങളായിരുന്നു അന്ന് സമ്മാനിക്കുകയും അവരുടെ ലൈബ്രറികളൊക്കെ ഞാൻ ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. അപ്പം തീരെ കുട്ടിക്കാലം തൊട്ടേ നല്ല വായനയുണ്ട്. അപ്പം വായിച്ച പുസ്തകങ്ങൾ തേടിയുള്ള യാത്രയാണ് എൻ്റെ യാത്രയിൽ. എന്തെങ്കിലും വ്യത്യസ്തത ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് ഒരു കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഞാൻ ചെയ്തിട്ടുള്ള യാത്രകൾ, ഞാൻ വായിച്ചിട്ടുള്ള മിക്ക യാത്രകളും അതിനകത്തൊരു ബന്ധം കാണും. പുസ്തകങ്ങളിലെ സ്ഥലങ്ങൾ, അതിലെ കഥാപാത്രങ്ങൾ, ഇവയൊക്കെ തേടിയുള്ള യാത്രകളാണ് ആദ്യം. അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് വിവാഹശേഷമാണ്. അപ്പം വിവാഹശേഷം ഞാൻ ആദ്യം പോയ സ്ഥലം തന്നെ ഒ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം തീരെ കുട്ടിക്കാലത്ത് വായിച്ചൊരു പുസ്തകമാണ്. അന്ന് എനിക്ക് അത്രയും അത് വായിക്കാറില്ല. പിന്നെ വർഷങ്ങളിൽ അത് ഒരുപാട് തവണ വായിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു പാലക്കാട് തസ്രാക്ക് എന്ന് പറയുന്ന ആ സ്ഥലം തേടി പോകാനുള്ളൊരു കാര്യം ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ അങ്ങനെ ഒരു യാത്ര തുടങ്ങിയത് പാലക്കാട് ഈ തസ്രാക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമം. അത് സങ്കല്പത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണത്. ഇപ്പോൾ അമ്മയും മറ്റുള്ളവരൊക്കെ ബുക്കുകൾ ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. രമ്യയ്ക്കൊരു മകളുണ്ട് അല്ലേ? രമ്യ ബുക്കുകൾ ഗിഫ്റ്റ് ചെയ്യാറുണ്ടോ? അത് ഞാൻ കുട്ടിക്കാലം തൊട്ടേ അവളുടെ എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ വക ഒരു പുസ്തകമാണ്. കാരണം അവൾ നല്ല വായനക്കാരിയാണ്. എഴുത്തിലോട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ നല്ല വായിക്കും. അപ്പോൾ വായന ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികളുടെ ലോകത്തെ എത്രമാത്രം വിശാലമാക്കുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു ജീവിതം വെച്ചാണ്. അത്രയും റിമോട്ടായ ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്നിട്ട് വായനയിൽ കൂടിയാണ് ഞാൻ ഭൂഖണ്ഡങ്ങളെ തേടി, കോണ്ടിനെൻറ്റ്സ് തേടിപ്പോയത്. അങ്ങനെയാണ്. അന്നും എൻ്റെ നാട്ടിലൊരു ബസ്സൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഒരൊറ്റ ബസ് മാത്രമുള്ളൊരു നാട്ടിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ പറ്റിയത്. അതിന് ഏറ്റവും ഒരു കാറ്റലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത് എൻ്റെ വായനയാണ്, ആഴമേറിയ വായന. ഇപ്പോഴത്തെ തലമുറ ചിലപ്പോൾ ഒരു പക്ഷേ മിസ് ചെയ്യുന്നത് മൊബൈൽ ഫോണിൻ്റെയും ടാബ്ലറ്റുകളുടെയും ലോകത്ത്. ഞാനൊരു ടീച്ചറായിട്ട് ഞാൻ റിസർച്ച് ഫീൽഡായിരുന്നു. ഞാൻ ടീച്ചിങ്ങിലും ഉണ്ടായിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായനാശീലം കുറച്ചും കൂടെ ആകാമായിരുന്നു എന്ന്. പല സ്കൂളുകളിൽ ഇപ്പോൾ ഗസ്റ്റായിട്ട് പോകുമ്പോഴും കുറച്ചും കൂടെ വായനയുണ്ടെങ്കിൽ അവരുടെ ഇമാജിനേഷൻ വളരെ കൂടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കുട്ടികൾ തിരിച്ചു വരണം. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ വായിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ വായനയിലേക്ക് എത്തണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സാധാരണ ആൾക്കാർ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ ഒന്നുകിൽ മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ മ്യൂസിയങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇൻട്രസ്റ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത് രമ്യയുടെ എഴുത്തുകളിൽ അവിടുത്തെ ആൾക്കാർ അവരായിട്ട് സംവദിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ കണ്ടേക്കുന്നത്. നല്ല ഒബ്സർവേഷൻ. അത് അങ്ങനെ തന്നെയാണത്. അതുകൊണ്ടാണോ ഇപ്പോൾ അടുത്തെഴുതിയ ബുക്കിന് വഴിയിൽ തെളിയുന്ന മുഖങ്ങൾ അങ്ങനെ? ശരിക്കും ജീവിതത്തിലെ യാത്രകളിലെ വഴികളിൽ തെളിഞ്ഞ മുഖങ്ങളെ പറ്റിയാണ്. കാരണം എനിക്ക് എപ്പോഴും ഏത് നാട്ടിലെയും അവിടുത്തെ ഗ്രാമങ്ങൾ, അവിടുത്തെ തെരുവുകൾ, അവിടുത്തെ മനുഷ്യർ, ഇതാണ് എല്ലാ യാത്രയിലും ഞാൻ അത് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അതിൽ പിക്ക് ചെയ്ത കുറച്ച് ആളുകൾ, ഒരുപാട് ആളുകളുണ്ടെങ്കിലും നമ്മൾ പുസ്തക രൂപത്തിലെത്തുമ്പോൾ അതിന് പരിമിതികളുണ്ട്. അതൊരു ബുക്കിൻ്റെ രൂപത്തിൽ വഴികളിൽ തെളിയുന്ന മുഖങ്ങൾ എന്ന് പറഞ്ഞ് ഇന്ദുലേഖ പബ്ലിക്കേഷൻസ് അത് പബ്ലിഷ് ചെയ്തിരുന്നു. പ്രേക്ഷകരോടാണ്, രമ്യയുടെ ബുക്ക് വായിച്ചിട്ട് ഞാനും ഇതുപോലെ ഒരാളെ തെരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ആ കഥ രമ്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഷോൺ ബ്രൂൺ കൊട്ടാരത്തിൻ്റെ, ഓസ്ട്രിയയില് ഷോൺ ബ്രൂൺ കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററി അതൊക്കെ പാരിച്ച് കളിക്കി കുടിക്കുക. ആ ഉദ്യാനവും അതിൻ്റെ ഇൻറ്റീരിയർ അതിനെ പറ്റിയൊന്നും അല്ല, അതിൻ്റെ കാഴ്ചകളൊന്നും അല്ല എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്നത് ആ യാത്രയിൽ. അതിൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ ഇതുപോലെ സ്വർണ്ണ ചായം പൂശി ആ മനുഷ്യൻ അവിടെ ഉണ്ടാകുമോ? രമ്യയുടെ കഥയിൽ പറഞ്ഞ ആൾ ചിലപ്പോൾ എനിക്ക് അന്ന് ആളെ കാണാൻ പറ്റില്ലായിരിക്കും. ആൾക്ക് എന്തെങ്കിലും അസുഖര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആൾ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും എനിക്കറിയില്ല. കൊട്ടാരത്തിൻ്റെ മുന്നിൽ ഇത്ര എൻ്റെ ഹൃദയം ഇങ്ങനെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങായിരുന്നു, മനുഷ്യൻ അവിടെ ഉണ്ടാവുമോ. എന്നിട്ട് ഞാനും ഓടിപ്പോയി ചോദിച്ചു, ചാൾസ് നിങ്ങൾ. അപ്പോൾ അദ്ദേഹം അത്ഭുത പരതന്ത്രനായിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയുമോന്ന്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു, നിങ്ങളുടെ വിശേഷം ഉണ്ടായിരുന്നു, അത് ഓർത്ത് വെച്ച് വിളിച്ചതാണെന്ന് പറഞ്ഞിട്ട്
അതെനിക്കൊരു ഭയങ്കര ഏറ്റവും എൻ്റെ പുസ്തകത്തിനുള്ളൊരു വലിയൊരു ഒരു അഭിനന്ദനം തന്നെയായിരുന്നു കവിതയുടെ കുറിപ്പ്. കാരണം നമ്മൾ എഴുതിയ ആ കഥാപാത്രത്തെ അന്വേഷിച്ച് കവിത പോയപ്പോൾ ശരിക്കും ഒരാൾ വായിച്ച് കഥാപാത്രം അതായത് ഹൃദയത്തിലേക്ക് എത്ര എത്തി എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പോലെ തോന്നി. ഒത്തിരി സന്തോഷമുള്ളൊരു കുറിപ്പായിരുന്നു കവിതയുടേത്. പിന്നെ യാത്രയിലെ പാർട്ട്ണർ ആരാണ് രമ്യയുടെ? എൻ്റെ പാർട്ട്ണർ എൻ്റെ ജീവിതത്തിൻ്റെ പാർട്ട്ണർ തന്നെയാണ്. കാരണം അത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ എന്തുകൊണ്ട് സോളോ പോകുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ? ഞാൻ സോളോ പോകാറുണ്ട്, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ആളുടെ കൂടെ പോകാൻ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പാർട്ട്ണർ തന്നെ നിങ്ങൾ ട്രാവലിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു മനസ്സാണെങ്കിൽ നമ്മൾ വേറെ ആളുകളെ തേടിപ്പോണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുകൂടെയുള്ള യാത്ര ഏറ്റവും അധികം നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളുമായി യാത്ര ചെയ്യുകയോ അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുകയോ ചെയ്യുമ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുന്നതെന്ന് പറയല്ല. അങ്ങനെ ആ രീതിയിൽ എനിക്ക് നല്ല ട്രാവൽ സുഹൃത്തുക്കളും ഉണ്ട്. വളരെ അതപ്പം ഹസ്ബൻഡാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാവൽ പാർട്ട്ണർ. സാധാരണ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഭർത്താവുണ്ടോ അല്ലെങ്കിൽ ഭാര്യയുണ്ടോ കൂടെ എന്ന് പറയുമ്പോൾ പൊതുവിൽ എനിക്ക് തോന്നുന്ന പുരുഷന്മാരോടാണ് ഈ ചോദ്യം വരാം. ഭാര്യ ഇല്ലാതെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതായത് ഒന്ന് മാറി നിൽക്കണം വീട്ടിൽ. മനസ്സിലായില്ലേ? ആ ട്രെൻഡിനിടയ്ക്കാണ് നിങ്ങളിങ്ങനെ ഒരുമിച്ച് ഫുൾ ടൈം നമ്മള് തമ്മിൽ വഴക്കില്ല എന്നല്ല, എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന വഴക്കുകൾ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഒരേ മനസ്സാണ്. അതുകൊണ്ട് തന്നെ യാത്രകളിൽ ഞങ്ങൾ വളരെയധികം, കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് കവിതയ്ക്ക് തോന്നാറില്ലേ, കവിത ഒരു നല്ല യാത്രികയാണ്. ഏതാണ് ഇഷ്ടം, സോളോയാണോ അതോ ഒരു ആളുള്ളതാണോ എപ്പോഴും ഇഷ്ടം? എപ്പോഴും ആൾക്കാരുടെ കൂടെയാണ്. സോളോ ഞാൻ ചെയ്തിട്ടില്ല, എന്നെല്ലാം ചെയ്തിട്ടുണ്ട്. പൊതുവെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സോളോ ചെയ്യേണ്ടി വരാറുണ്ട്. എന്നാലും ഹസ്ബൻഡിൻ്റെ കൂടെ പോകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ലക്ഷൂറിയസ് ആണ്. കാരണം ഞാൻ ഷെയർ ടാക്സി ഓടിക്കും, പുള്ളിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുൾ ക്യാബ് ബുക്ക് ചെയ്ത് തരും. അതല്ലെങ്കിൽ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നോർമൽ എടുക്കും, ആള് ഫസ്റ്റ് ക്ലാസ് എടുത്ത് തരും. അങ്ങനെ അത് ഒരു പ്രത്യേകത എൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ശരിക്കും ബജറ്റ് ട്രാവലേഴ്സ് തന്നെയാണ്. പക്ഷെ ആദ്യകാലത്ത് അദ്ദേഹം കുറച്ചുകൂടെ സുഖിമാനായിരുന്നു. സ്വന്തം ജോലി കോർപ്പറേറ്റ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ വന്ന് അദ്ദേഹം കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി വന്നു. കാര്യം നമ്മുടെ ഒരു എക്കണോമിക് സിറ്റുവേഷനൊക്കെ വെച്ച് നമുക്ക് ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും ബജറ്റ് ട്രാവലിംഗ് എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാനൊരു പരിപൂർണമായി ഒരു ബജറ്റ് അങ്ങനെ തന്നെയല്ല. അപ്പം ശരിക്കും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ച് എല്ലാ മോഡ് ഓഫ്, കാരണം ഞാൻ എൻ്റെ ആദ്യകാല യാത്രകൾ മൊത്തം റോഡ് ട്രിപ്സ് ആയിരുന്നു, ബൈ റോഡ്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും തന്നെ എനിക്ക് ലീവ് കിട്ടാതായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടെ, അതായത് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുകളോട് തിരിഞ്ഞു. എങ്കിലും ഏത് കാലഘട്ടത്തിലും ഏത് നാട്ടിലും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഈ സുഖിമാനായ ഭർത്താവ് സ്വന്തം ബുക്ക് വായിച്ചിട്ടില്ല, അതൊരു ശരിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെയുള്ള, അതായത് അദ്ദേഹത്തിന് കുറച്ച് ലക്ഷൂറിയസ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ്. അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലം, അതായത് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അവിടെ അങ്ങനെ ഒരു സ്ഥലത്തായിരുന്നു. മലയാളം അറിയില്ല. അദ്ദേഹം അതൊരു കുറവായിട്ട് തന്നെ അവർ കാണുന്നതാണ്. എങ്കിലും എൻ്റെ പുസ്തകം ഞാൻ ഈ വായിച്ചതൊക്കെ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എഴുതിയതെല്ലാം തന്നെ ഞാൻ വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. കാരണം അത് വളരെ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ്. പല മാറ്റങ്ങൾ, അതായത് മലയാളം അറിയാത്ത ഒരാൾ ചില ഫാക്ച്വൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും പറയേണ്ടത് തന്നെയാണ്. കാരണം അദ്ദേഹത്തെ MT വാസുദേവൻ നായരെ ഞാൻ കല്യാണത്തിൻ്റെ ആദ്യകാലം പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം ഒട്ടുവിടെ ജനിച്ച് വളരാത്ത ആളാണ്. അദ്ദേഹം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ. അത് ഭാഷയോ അതിൻ്റെ ഒരു ലിറ്ററേച്ചർ ആ ലെവലിലോട്ടല്ല, പക്ഷേ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ ദിനുവിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ ട്രാവൽ ചെയ്തപ്പോൾ എങ്ങനെ ഒരു സിറ്റുവേഷൻ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഭയങ്കര ഡേഞ്ചറസ് ആയതോ? അതെ, പ്രതീക്ഷിക്കാതെ അങ്ങനെ വരുമല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു യാത്രിക എന്ന നിലയിൽ ഞാനൊരു അഡ്വഞ്ചറസ് ട്രാവലറേ അല്ല. അങ്ങനെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടും യാത്രയെ അങ്ങനെ കാണുന്ന ഒരാളല്ല. ഞാൻ ജീവിത അവസാനം വരെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പം നമ്മൾ മരിച്ചു പോകുന്നൊന്നുമില്ല. ഞാൻ ഈ 95 വയസ്സ് വരെ ഞാൻ അങ്ങ് യാത്ര ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എനിക്ക് യാത്രയാണ് എൻ്റെ ശ്വാസം. അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും വരാറുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തമ്മിൽ കവിത ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചില സൈസ് യാത്രകൾ, അതായത് രാത്രി യാത്രകൾ, ഞാൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നിരുന്നാലും എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും? തീർച്ചയായിട്ടും. ഇപ്പം അത് നമ്മൾ തമ്മിൽ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കവിതയുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ലഡാക്ക് യാത്ര, ഞങ്ങൾ ലഡാക്കിലേക്ക് പോകുന്നത്
ഒരുപാട് തവണ പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അൺപ്ലാൻഡ് ആയിട്ട് ലഡാക്കിലോട്ട് ചെന്ന് ഇറങ്ങുകയാണ്. കൂടുതൽ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല. ചെന്ന് ഇറങ്ങുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലഡാക്ക് ചുറ്റി കാണാനായിട്ടുള്ള ഒരു ഇഷ്ടപ്പെടുന്നില്ല. കാറിനകത്തിൽ അതിൻ്റെ ഒരു കമ്പനീസ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഒരു കുറേ പേര് ചേർന്നുള്ള ഗ്രൂപ്പ് ടൂർ അതൊന്നും നമുക്കങ്ങോട്ട് ശരിയാവുന്നില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ യാത്രയുടെ ഒരു രീതി വ്യത്യസ്തമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു റോയൽ എൻഫീൽഡ് ഹിമാലയൻ 2 വീലർ അങ്ങ് യാത്ര ചെയ്യാൻ തീരുമാനിക്കുക. ഇത് യുവാക്കളുടെ ഒരു സ്വപ്നമാണ്. അതാണ് ലഡാക്ക് പ്ലസ് 2 വീലർ. അത് ശരിക്കും അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഞാൻ പണ്ട് വായിച്ച പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞില്ല, അന്ന് ഞാനൊരു 20 ഇയേഴ്സ് ബാക്ക് ഒരു പിന്നെ നാഷണൽ ജിയോഗ്രഫിക് ചാനലിൽ ഒരു ഫോറിനർ ഏകാന്തമായ മലനിരകളിൽ കൂടി ഇങ്ങനെ ഒരു എൻഫീൽഡിൽ പോകുന്ന ഞാൻ ഒരു ഇത് കണ്ടിട്ടുണ്ട്, ഡോക്യുമെൻ്ററി കണ്ടിട്ടുണ്ട്. അതെൻ്റെ മനസ്സിലൊന്ന് കിടപ്പുണ്ട്. പക്ഷെ അന്നേരമൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. ചെന്നിറങ്ങി മറ്റൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ നേരെ പോയി ഒരു ബൈക്ക് അങ്ങ് റെൻ്റ് എടുക്കുകയാണ്. അപ്പം ഇതിൻ്റെ കണ്ടീഷൻ എത്ര പോരാ എന്നൊക്കെ അറിയാം. 18 വർഷം മുമ്പാണ് ഹസ്ബൻഡ് ബൈക്ക് ഓടിച്ച ഒരു പരിചയം മാത്രമേ അതേ ഉള്ളൂ. അന്നത് പുള്ളി ഇത് ഡിസ്പോസ് ചെയ്താണ് വിവാഹ സമയത്ത് തന്നെ. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഞങ്ങൾ ഒരു വണ്ടി എടുത്തു, റെൻറ്റിൻ്റെ വണ്ടി എടുത്ത് ഒന്ന് ചെക്ക് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് പുള്ളി ലഡാക്കിൻ്റെ ലേയുടെ മാർക്കറ്റ് സൈഡിലോട്ട് പോയിട്ട് തിരിച്ച് അങ്ങോട്ട് പോയത് എനിക്കതിന് കൺഫ്യൂഷൻ തോന്നി, ഇദ്ദേഹത്തിന് ഓടിച്ച് വരാൻ പറ്റുമോ? തിരിച്ച് മാർക്കറ്റ് സൈഡ് റോഡൊക്കെ നല്ല റോഡ്. അപ്പം തീരെ എൻഫീൽഡ് ഓടിച്ചിട്ടില്ല. 18 വർഷമായി. അതാണ് അതിനകത്തിലൊരിത്. പിന്നെ ഞാൻ തിരുവനന്തപുരം അദ്ദേഹം നന്നായിട്ട് ഓടിച്ചുകൊണ്ട് വരുന്നു. ഞങ്ങൾ അപ്പോൾ തന്നെ അങ്ങ് തിരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഈ പോകുമ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളാണല്ലോ, കവിതയ്ക്ക് അറിയാലോ. അത് ലഡാക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി ഗ്രെയിൽസ് ഓഫ് ബൈക്ക് ജേർണീസ് എന്ന് പറയുന്ന 360 ഡിഗ്രി വ്യൂ. ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത, ലേയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഓരോ 20 കിലോമീറ്റർ കഴിയുമ്പോഴും ഇതിൻ്റെ ഭൂപ്രകൃതി മാറും, അതിൻ്റെ കളറ്, സോയിലിൻ്റെ കളറ് മാറും. ഇതിൻ്റെ ഒരു ധാതു മിനറൽ കണ്ടന്റ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ അന്നത്തെ ദിവസം നേരെ കർദൂങ്ങിലേക്ക് കണ്ടു. കർദൂങ്ങിലയിൽ നമുക്കറിയാവുന്ന ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്ര മിനിറ്റാണ് പറയാൻ പറ്റില്ല, ജനക്കൂട്ടമാണ്. ഞാനൊരു 25 മിനിറ്റ് കൂടുതൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് എന്നെ നാണം കെടുത്തിയൊരു സ്ഥലം കൂടിയാണ്. ഞാൻ ഇതുപോലെ തന്നെ ലഡാക്കിൽ പോയപ്പോ ഷെയർ ടാക്സി, അതും ജാപ്പനീസ് ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി ഇതുപോലെ അവിടെ ജപ്പാൻ അറിയാലോ, ക്യൂ സിസ്റ്റം ഇയാൾ അരമണിക്കൂർ, ഇയാള് വന്നാൽ ഞാൻ ഇടിച്ചേറി ഫോട്ടോ എടുത്തു, ഇയാള് വന്നാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്തു, സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ ഒരു വിദേശി ഉണ്ട്, ഇദ്ദേഹം ജപ്പാനിൽ നിന്നാണ്, ഒന്നും ഒരു ഫോട്ടോ എടുക്കാൻ അനുവദിക്കും. അപ്പൊ എനിക്ക് അത്രയും തള്ളു ഇടിയുള്ള സ്ഥലമാണ്. മാത്രമല്ല ഈ കർദുങ്ങിലെ കുറച്ച് ഹൈപ്പ് കൂടിയൊരു സ്ഥലമാണ്. എനിക്ക് ഉമ്മിങ്ങിലേക്ക് പിന്നെയും കുറച്ച് ഇതാണ്. പക്ഷെ പണ്ടോട്ടെ അങ്ങനെ ചില സ്ഥലങ്ങളുണ്ടല്ലോ ഈ നമ്മള് വിചാരിക്കാത്ത രീതിയിൽ ഹൈപ്പ് കൂടി, നമ്മളവിടെ ചെല്ലുമ്പോൾ പലപ്പോഴും അത്രയൊന്നും കാണത്തില്ല. ആദ്യകാലത്ത് ഹയസ്റ്റ് മോട്ടോറബിൾ റോഡായിരുന്നു, പിന്നെ ഇത് ഉമ്മിങ്ങിലേക്ക് പോയത്. അപ്പൊ ഇത് ശരിക്കും 20 മിനിറ്റ്സ് കൂടുതൽ ഇവിടെ നമ്മൾ നിൽക്കാൻ പാടില്ലെന്ന് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുമുണ്ട്. എങ്ങനെയോ 25 ഹൈ ആൾട്ടിറ്റ്യൂഡ് അല്ലേ, അപ്പം പ്രാണവായു തീരെ കുറവ്. ഒരു തരത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴെ ബൈക്കിൽ പോയി. അപ്പോൾ ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു കാലം ഒരു 5 വർഷം മുമ്പേണ് ഒന്നുമില്ല റോഡ്. വലിയ വ്യത്യാസമല്ല, എപ്പോഴും അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ, വെതറും എല്ലാം. ഒരിക്കലും ആ റോഡ്സ് ബിയാറോ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ബിയാറോ ശരിക്കും നമ്മൾ പുകഴ്ത്തേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ താഴെ ഞങ്ങൾ ആ ഡിസ്കിറ്റ് മൊണാസ്ട്രിയിൽ രാത്രിയിൽ പോയി താമസിച്ച് രാവിലെ സുന്ദരമായ മൊണാസ്ട്രി ഒക്കെ കണ്ട് നമ്മൾ തുർത്തുക്ക് എന്ന് പറയുന്ന നമ്മുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് ആ റോഡും നമുക്കറിയാലോ, ഷൂട്ടിംഗ് സ്റ്റോണ്. അപ്പോൾ ഞങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോൾ കല്ലിങ്ങനെ താഴ്ത്തു വീഴണം. ഇതിനെപ്പറ്റി ഒന്ന് ഈ ഇഗ്നോറൻസ് ഈസ് എ ബ്ലിസ് എന്ന് പറഞ്ഞ പോലെ നമുക്കിത് അറിയുന്നില്ല ഇതെന്തോന്ന്. അപ്പം കല്ല് പാഞ്ഞു വരികയാണ് മലയുടെ മുകളിൽ നിന്ന്. അപ്പം ഞങ്ങളിത് കണ്ട് ബൈക്ക് നിർത്തി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റോഡ് തൊഴിലാളി വന്ന് പറഞ്ഞു, കുറച്ച് നേരം ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് വന്ന് ഇടിച്ച് താഴത്തെ ഷയോക്ക് റിവർ നിങ്ങളെ കൊണ്ടിടും, പിന്നെ നിങ്ങളുടെ ഡെഡ് ബോഡി ലാഹോറിൽ നിന്നേ കിട്ടത്തുള്ളൂ. അപ്പോഴത്തേനും നമുക്ക് വളരെ സന്തോഷമായി. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് പായുക. ഈ തുർത്തുക്കിലെത്തി അവിടെ താമസിച്ചു. എന്നിട്ട് അന്നത്തെ ദിവസം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ത്യാഷി ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിക്കുകയാണ്. തിരിക്കുമ്പോൾ നമുക്കൊരു പ്ലാനുണ്ട്, തിരിച്ചു വന്ന് ദിസ്തിക്ക് തന്നെ താമസിക്കാം. അപ്പോൾ അവിടെ താമസിക്കാന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പം ഞങ്ങൾ ആലോചിച്ചു ഇനിയൊരു 4 മണിക്കൂറുടെ യാത്ര ചെയ്താൽ പോരെ. അപ്പോൾ ഒരു 4 o'clock ഒക്കെ ആയതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓടിച്ചങ്ങ് ലേയിലെത്താം. അപ്പോൾ ഈ അവിടെ ഫ്യൂവൽ നിറയ്ക്കുന്ന ആ പമ്പിൻ്റെ ഓണർ പറയുന്നുണ്ട് അതത്ര സേഫ് അല്ല. പിന്നെ നിങ്ങൾക്ക് പ്രധാന കാരണം നമ്മൾ ഇത്രയും ചിന്തിക്കാനുള്ള കാര്യം നമുക്ക് ലീവ് കുറവാണ്. അപ്പം നമുക്ക് 2 പേർക്കും തിരിച്ചു പോകേണ്ടതുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ആ ഒരു പർട്ടിക്കുലർ ടൈം വെച്ചിട്ടാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളെ അപ്പോൾ അവർ കുറച്ച് ലോറിക്കാരുടെ കൂടെ തിരിച്ച് വിടുകയാണ് ലേ നഗരത്തിൽ. ബൈക്കിന്റെ പുറമെ ഞങ്ങൾ, അതായത് ലോറിയുടെ ഫ്രണ്ടില്
സേഫ് ആയിട്ട് നമ്മൾ പോവുക. സാധാരണ ഈ ബൈക്കൊക്കെ എടുത്ത ആൾക്കാർ പോകുമ്പോൾ ഒരു കൂട്ടമായിട്ടാണ് പോകുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ്, കാരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സൈലന്റ് ആയിട്ട് യാത്ര ചെയ്യും, ഇവരെല്ലാരും കുറച്ച് സേഫ്റ്റി. അപ്പൊ അങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇവര് കുറച്ചുകൂടെ വൈബുള്ള, അപ്പൊ നമ്മുടെ പല കാര്യങ്ങളും നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒറ്റയ്ക്ക് യാത്ര പോയത്. അപ്പോൾ ഈ യാത്ര ചെയ്തൊരു 15 മിനിറ്റ് ഞങ്ങൾ 15 എനിക്ക് തോന്നുന്നു ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഈ ലോറി മൊത്തം ഒതുക്കുകയാണ് സൈഡില്. അവരെല്ലാരും പിറ്റേന്ന് രാവിലെ പോകുന്നുള്ളൂ അവിടുന്ന്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങള് മല കയറുക. ഈ ലഡാക്കിൻ്റെ ഒരു പ്രത്യേകത, സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കാൻ തുടങ്ങി ഇതിന് വേറൊരു സ്വഭാവമാണ്. കാരണം നമ്മൾ ആ കണ്ട മലനിരകളോ ഈ വന്നപ്പോൾ മാഗി കഴിച്ച കടയോ ഇതൊന്നും നമുക്ക് ഐഡന്റിഫൈ, കാരണം ഇവരെല്ലാം ഒരു 5:30 ആകുമ്പോഴത്തേന് ഇതിന് പൂട്ടുകയാണ്. ഞങ്ങൾ ഒരു പിന്നെ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുന്ന പോലെയാണ് സൂര്യൻ മലയുടെ മുകളിലോട്ട് താഴോട്ടൊക്കെ പോയത്. പിന്നെ ഇരുട്ടാണ്. ആദ്യം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, പിന്നത്തെ ഒരു 3 മണിക്കൂർ നേരം ഒരൊറ്റ വണ്ടി പോലും എതിരെ വരാത്തൊരവസ്ഥയിലോട്ടാണ് ഞങ്ങൾ ഈ പോകുന്നത്. ഇരുട്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് ഒന്നും നമുക്ക് ഒട്ടും പര്യാപ്തമെന്ന് തോന്നില്ല, കാരണം കുറ്റാക്കുറ്റി ഇരുട്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, നമ്മൾ 2 days ബാക്ക് നമ്മൾ ചന്ദ്രനെ കണ്ടതാണല്ലോ, മൂണുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊന്നും ഇല്ല, നിലാവൊന്നുമില്ല. അവസാനം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് അത് ഒരു സ്ഥലം എത്തിയപ്പോൾ ഒരു കയറ്റം പോലെ വരുന്നു. അപ്പം ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി, കാരണം വെച്ച് കഴിഞ്ഞാൽ കയറ്റവും കുഴിയെല്ലാം ഉള്ള. അപ്പോൾ ഈ വളവ് തിരിഞ്ഞ് ഒരു ലോഡ് പച്ച കണ്ണുകളാണ്. ഇതെന്തോ നമുക്ക് മനസ്സിലാവുന്നില്ല, നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ബുദ്ധിയും കൂടെ വേണമല്ലോ പെട്ടെന്ന്. കുറ്റാക്കുറ്റുരുട്ടിൽ പച്ച കണ്ണുകൾ. അപ്പം ഇത് നമ്മളിങ്ങനെ എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ഞാൻ മൊബൈലിൻ്റെ ലൈറ്റ്, അത് തണുപ്പ് വേണ്ടത്ര ഇതൊന്നും ഞങ്ങൾ തെർമൽ വിയേഴ്സ് ഒന്നും ഇല്ല, കാരണം അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടില്ല ഈ ബൈക്ക് ട്രിപ്പ്. അപ്പം ഈ തണുപ്പിനിടയ്ക്ക് ഞാൻ ഒരു തരത്തിൽ മൊബൈലിൻ്റെ ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ ഒരു പറ്റം യാക്ക് ഇങ്ങനെ വരുവാണ്. അപ്പം മലയുടെ താഴ്വരയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ഒരു ചൂളം വിളി കേൾക്കുന്നുണ്ട്. അപ്പം ഇതതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഈ ഞാനന്നേരം പറഞ്ഞ പോലെയാണ് ഈ നാച്ചുറൽ കലാമിറ്റിയും ദുരന്തമൊക്കെ വരുമ്പം മനുഷ്യനും മൃഗങ്ങളും തമ്മിലൊരു സമവായം ഉണ്ടാവില്ല, അതുപോലെ യാക്ക് നമ്മളെ ഒന്നും ചെയ്തില്ല. ഇത് നമ്മളിങ്ങനെ ഈ കൂറ്റൻ യാക്ക് നമ്മളിങ്ങനെ മുട്ടി ഉരുമ്മി നമ്മളെ കടന്നു പോയി. ഞങ്ങളിങ്ങനെ ശബ്ദം അടക്കാൻ നിന്ന് ഒരു 19 എണ്ണം കടന്നു പോയിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുക. അപ്പോഴത്തേനും ഇരുട്ടിൻ്റെ പരകോടി ഉഗ്രൻ തണുപ്പ്. ആ സ്ഥലത്തെ തണുപ്പ് അറിയില്ല, -ഡിഗ്രിയാണ് അവിടെ. അവിടെയാണ് നമ്മുടെ പ്രിയപ്പെട്ട പട്ടാളക്കാർ, സോൾജിയേഴ്സ് എന്തെല്ലാം കഷ്ടപ്പാടുകൾ ചെയ്തവർ സഹിച്ചാണ് അവരവിടെ. അതെപ്പോഴും നമ്മൾ വളരെ മാനിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഞങ്ങളിങ്ങനെ കറങ്ങിപ്പോയിട്ട് അവസാനം ഈ സൗത്ത് പുലു എന്ന് പറയുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ഈ സൗത്ത് പുലു ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഫുള്ള് നായ്ക്കളാണ്. ലഡാക്കിലെ നായ്ക്കളെ പറ്റി അറിയാമല്ലോ കവിതയ്ക്ക്, സാധാരണക്കാരും ഡബിൾ സൈസാണ്, ഫറിയാണ്. എനിക്ക് ശരിക്കും എന്തെങ്കിലും കഥയിൽ വായിച്ച ഭാസ്കർ വിൽസിലെ, ഷെർലക് ഹോംസിന്റെ ഭാസ്കർ വിൽസിലെ വേട്ടനായ പോലെയാണ് ആ മലയുടെ പശ്ചാത്തലത്തിൽ, മരങ്ങളുടെ പശ്ചാത്തലത്തില് അത്രയും ഭീകരമായൊരു സ്ഥലം. എന്നിട്ട് ഞാനിപ്പോൾ എന്താണെന്ന് അറിയാം, ഞാൻ ഈ അവിടുത്തെ ബൈക്കിൽ നിന്ന് എത്തി കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ടൊന്ന് ഓടിപ്പോയി ചെന്ന്. ആ ഓടി ചെന്നപ്പം എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ആ സ്ഥലത്ത് ഒട്ടും തന്നെ ഓക്സിജൻ കുറവാണ്. ചെക്ക് പോസ്റ്റിൽ ആരുമില്ല, ചെക്ക് പോസ്റ്റ് അടച്ച്. ഞാൻ അവസാനം അലറി തട്ടി. അവസാനം 2 പട്ടാളക്കാർ ഇറങ്ങി ഭയങ്കര വഴക്ക് പറഞ്ഞുകൊണ്ട്, നിങ്ങളോട് ആര് പറഞ്ഞെന്നൊക്കെ ചോദിച്ചു. വളരെ മോശം. അവസാനം ഞങ്ങളുടെ ID കാർഡുകൾ കാണിച്ചു, ഞങ്ങൾക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകത കാണിച്ചു. അവസാനം അവിടെ എഴുതി ദേഷ്യത്തെ വെപ്പിച്ചിട്ട് നിങ്ങളുടെ റിസ്കിൽ പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും വിട്ടു. വീണ്ടും യാത്ര. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എന്തോ കുറ്റാക്കുറ്റിട്ട് തണുപ്പ്, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഈ കർദൂങ്ല പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിശയം വരുന്നത്. തലേന്ന് 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി 1/2 മണിക്കൂർ കിടന്ന സ്ഥലം മരവിച്ച് പക്ഷെ ഒരു ഫോട്ടോ എടുക്കാൻ പോയിട്ട് എൻ്റെ കൈ എനിക്കൊന്ന് അടക്കാൻ പോലും പറ്റില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനെ ഞാൻ പറഞ്ഞൊന്ന് മാന്തി. എന്നിട്ട് പുള്ളി നല്ലൊരു ഡോസ് ബാക്കിലോട്ട് എനിക്ക് തന്ന്. നമ്മൾ ജീവനോടെ താഴെ എത്തുമെന്ന് പോലും വലിയ ഉറപ്പില്ല. അതുകൊണ്ട് പുതിയ ക്യാമറ എടുക്കലോ ഫോട്ടോ എടുക്കലോ ഒന്നും ചിന്തിക്കേ വേണ്ട എന്നുള്ള രീതിയിൽ 2 വഴക്ക്. അവസാനം നോർത്ത് പുലു ചെക്ക് പോസ്റ്റ്, സൗത്ത് പുലു, അത് കഴിഞ്ഞ് നോർത്ത് പുലു ചെല്ലുമ്പോൾ വീണ്ടും ഇതേ ഇഷ്യൂ തന്നെ. പട്ടാളക്കാരുടെ ഒരു തരത്തിൽ താഴെ എത്തി. ഞങ്ങൾ ഇനി ഈ രാത്രി എന്നിട്ട് ആ ഒരു താഴെ എത്തുമ്പോഴാണ് ഒരു മലയുടെ മുകളിൽ നിന്ന് ഈ ചന്ദ്രൻ ഈ സ്വിച്ചിട്ട പോലെ, എനിക്കതിന് ദൈവം ഉണ്ടെന്ന് മനസ്സിലായൊരു സമയം. കാരണം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പിന്നെ ഇത്രയും വലിയ മലയുടെ ഉള്ളിലായിപ്പോയി ചന്ദ്രൻ. അതേപോലെ കൊടുമുടികൾ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പം ഞാൻ അന്നേരം ഇങ്ങനെ സ്പോട്ട് ലൈറ്റ് വെച്ച പോലെ ചന്ദ്രൻ. അപ്പോഴത്തേനൊരു ചെറിയ ആശ്വാസമായി. ഒരു വളവ് തിരിഞ്ഞ് ചെല്ലുമ്പം താഴെ നഗരം വെളിച്ചത്തിൽ കുളിച്ച് കിടക്കുന്നു.
നമ്മുടെ ആ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. കാരണം ആ ഒരു 4-5 മണിക്കൂർ അനുഭവിച്ചൊരു വ്യതയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്താൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ തല മൊത്തം തണുത്ത് വിറച്ചും ബ്രെയിൻ വരെ തണുത്തിരിക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ അപ്പൊ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും ചില യാത്രകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരുപാട്, കാരണം എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് യാത്രയിൽ സംഭവിക്കും, അത് ഉറപ്പാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികളൊക്കെ ഹിച്ച് ഹൈക്കിങ് അല്ലെങ്കിൽ ലോറി പിടിച്ചു പോവാ, അങ്ങനെ പല പല ട്രാവലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ്. എന്താണ് രമ്യയുടെ കാഴ്ചപ്പാട് അങ്ങനത്തെ ട്രാവലിങ്ങിനോടൊക്കെ? അത് പിന്നെ നല്ലൊരു ചോദ്യമാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും അവരെ ഞാൻ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ അവരുടെ യാത്രകളെ വളരെയധികം, കാരണം അവർ ധൈര്യം, സ്വാതന്ത്ര്യ പ്രഖ്യാപനം. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് ഇന്ത്യ എന്നല്ല, പല നഗരങ്ങളും, ലോകത്തിലെ തന്നെ പല നഗരങ്ങളും വളരെ അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ യാത്രികർ എന്ന നിലയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നുള്ള, നമ്മുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള യാത്രയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പം നമുക്കറിയില്ല, നമ്മൾ ഹിച്ച് ഹൈക്കിങ് ചെയ്യുന്നു, നമ്മളൊരു ലോറി കയറി പോകുന്നു, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് നമുക്കറിയില്ല. ഇല്ല, പെപ്പർ സ്പ്രേയുടെ കാര്യം ഞാൻ കവിതയും പറഞ്ഞു പോലെ, പെപ്പർ സ്പ്രേ ചിലപ്പോൾ നമ്മൾ ആ ടെൻഷൻ ഇടയ്ക്ക് നമ്മുടെ മുഖത്തോട്ട് തന്നെ അടിച്ചെന്നിരിക്കും. അതുപോലുള്ള ടെൻഷനാണ് ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള ടൂളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ യാത്രയ്ക്ക് ഞാൻ മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഹംപിയിൽ എന്താണ് നടന്നത്. അപ്പം അങ്ങനെ ഒരു ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം അത് ഡിപ്പെൻസ് ഓൺ ഓരോരുത്തരുടെ ചിലർക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം കാണും. കവിത എങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷെ എനിക്ക് സോളോ ചെയ്യേണ്ടി വരാറുണ്ട്. ട്രെക്കിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് അതിനുള്ള പാർട്ട്ണറെ കിട്ടില്ല. അത് ശരിയാണ്, അപ്പം നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ ലോറി എനിക്ക് അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. കാരണം പിന്നൊരു പ്രശ്നം ഉണ്ടായി അതിൽ നിന്ന് ഇറങ്ങി പിന്നൊരു സ്ഥലം കണ്ടെത്തുന്നത് വരെയുള്ള അൺസർട്ടനിറ്റി, പിന്നെ നമ്മുടെ ശരീരത്തിന് നേരിട്ടുള്ള കടന്നാക്രമണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ വളരെ കൺസേൺ അല്ല. സേഫ് ആയിട്ടുള്ള ഒരു മാർഗം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം എടുക്കും. ഇല്ലാതെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്യണം. കറക്റ്റ്, അത് ഒരു തീർച്ചയായിട്ടും അത് നമ്മൾ നിവൃത്തിയില്ലെങ്കിൽ നമ്മളത് ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മളൊരു സേഫ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കും. നമുക്കിനി യാത്ര ചെയ്യണമല്ലോ, നമുക്കിനി യാത്രയുണ്ട് എത്ര കാലം. അതെ. പിന്നെ നേരത്തെ ഷെർലക് ഹോംസിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ വായിച്ച് അതുപോലെ തപ്പിപ്പിടിച്ച് പോയ സ്ഥലങ്ങളുണ്ടോ പുസ്തകം വായനയുടെ? അങ്ങനെ ധാരാളം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യകാലം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞു, വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ വായിച്ച്, ലൂബിയാന കാസിൽ തേടി ഈസ്റ്റേൺ യൂറോപ്പിലോട്ട് പോയത്, ഷെർലക് ഹോംസ് മരിച്ച സ്ഥലം കാണാൻ വേണ്ടി സ്വിറ്റ്സർലൻഡിലെ പിന്നെ മെരിഞ്ചൻ എന്ന ഗ്രാമത്തിലേക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഓരോരുത്തർക്കും അച്ചീവ്മെൻറ്റ് വ്യത്യസ്തമാണല്ലോ. അപ്പം ഒരു ചെറിയ ബസ് മാത്രം ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്നും 7000 കിലോമീറ്ററുകൾ താണ്ടി, ഭൂഖണ്ഡങ്ങൾ താണ്ടിയാണ് ഞാൻ ഈ ഷെർലക് ഹോംസ് മരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു കഥയിൽ. അപ്പം ഞാൻ ഒരു ഫൈനൽ പ്രോബ്ലം എന്നൊരു പറയുന്ന കഥയിൽ ആർതർ കോനൻ ഡോയിൽ തന്നേക്കാൾ പ്രശസ്തനായ ക്യാരക്ടറായ ഷെർലക് ഹോംസിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഞാൻ അന്ന് ഈ കഥ വായിച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ കഥ വായിച്ച് ഞാൻ എൻ്റെ കൊച്ചു ഗ്രാമത്തിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. കാരണം എൻ്റെ കഥാപാത്രം ഈ പറയുന്ന സ്വിറ്റ്സർലൻഡിലെ മെരിഞ്ചൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെ റേച്ചൻബാക്ക് വാട്ടർഫോൾസിൽ വീണ് മരിച്ച കഥയാണ് ഞാൻ ഈ വായിക്കുന്നത്. അപ്പോൾ അന്ന് 1863 മറ്റേ സ്ട്രാൻഡ് മാഗസിൻ അന്ന് ആളുകൾ തീയിട്ടെന്നാണ് പറയുന്നത് മരിച്ചെന്നുള്ള ഇതിൽ വെച്ച്. അപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു ഫ്യൂണിക്കുലർ ട്രെയിൻ എടുത്ത് ആദ്യം സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ നിന്നും ഒരു സബർബൻ ട്രെയിൻ എടുത്ത് മെരിഞ്ചനിൽ ഇറങ്ങുന്നു. മെരിഞ്ചനിൽ നിന്നൊരു ബസ്സിൽ കയറി ഞാൻ പിന്നെ റേച്ചൻബാക്ക് വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തുന്നു. അവിടെ നിന്നൊരു ഫ്യൂണിക്കുലർ ട്രെയിൻ കയറി പിന്നെ ഈ അദ്ദേഹം വീണ് മരിച്ചു എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, വായിച്ച പുസ്തകങ്ങൾ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തൊരു യാത്രയാണ്. പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ പ്രാഗിൽ പോയപ്പോൾ ദി അൺബെയറബിൾ ലൈറ്റ്നസ് ഓഫ് ബീയിങ് മിലൻ കുന്ദേരയുടെ വായിച്ചാണ് ഞാൻ അവിടെ പോകുന്നത്. പ്രാഗ് ഒരു വല്ലാത്ത സ്ഥലം, പ്രാഗ് ഒരു മാജിക്കൽ പ്ലേസ് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഷെങ്കൻ കൺട്രിയിൽ എന്നെ അങ്ങേയറ്റം ആകർഷിച്ചൊരു സ്ഥലങ്ങളിലൊന്ന്. അതിൻ്റെ ഒരു വൈബ്, ഒരു പ്രത്യേകത. സിറ്റി സ്ക്വയർ ആയാലും ആ ഒരു അസ്ട്രോണമിക്കൽ ക്ലോക്ക് ഇരിക്കുന്ന സ്ഥലങ്ങൾ അപ്പം ഞാൻ ശരിക്കും ആ സ്ഥലങ്ങളെല്ലാം കണ്ടപ്പോൾ ഈ ഒരു വെൽവെറ്റ് റെവല്യൂഷൻ നടന്ന സ്ഥലങ്ങൾ, ആ പുസ്തകങ്ങൾ എഴുതിയ ആ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഞാനപ്പോൾ ആലോചിച്ചു, നിങ്ങൾ ഹോസ്റ്റൽ റൂമിൽ ഏകാന്തമായ രാത്രികളിൽ നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ സ്ഥലങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമറയും തോളിലിട്ട് നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് ഒരു യാത്രിക എന്ന നിലയിൽ ഞാൻ അനുഭവിക്കുന്ന പരമാനന്ദം. ഇപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ആ സ്ഥലം ഉണ്ടാവണമെന്നില്ല. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയുന്നതാണ് ഈ പാരീസ് സിൻഡ്രോം. പാരീസ് ആണുമ്പോൾ അവിടെ എന്തിനും നമ്മളിവിടെ വന്നു എന്നുള്ളൊരു ചോദ്യം. പാരീസിലെ രമ്യയ്ക്ക് എന്തോ ഒരു എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അന്ന് പാരീസ് നൊട്ടോറിയസ് ആയൊരു പ്ലേസ് ആണെന്ന് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ധാരാളം പേരെന്നോട് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഞാൻ 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, ഈ ചുറ്റും സ്കാമാണ്.
പാരീസിൽ. അപ്പം ഇത് നമ്മൾ എഴുതുമ്പം പലരും പറയും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലെന്ന്. അത് ഓരോരുത്തർ ഡിപ്പെൻസ്, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ബാഗ്, ഞാൻ പാസ്പോർട്ട് അടങ്ങിയ ബാഗ് ഞാനിങ്ങനെ നെഞ്ച് തടുക്കി പിടിച്ച് വെച്ചേക്കാണ്. കാരണം അതുപോലെയാണ് അവിടെ. കാരണം ഇല്ലീഗൽ എമിഗ്രൻസ് വളരെയധികം ഉള്ള സ്ഥലമാണ്. അവരൊന്നും നമുക്ക് തോന്നിയിട്ടില്ല ഓടുന്ന ബസ്സിൽ നിന്ന് ബാഗ് എടുത്തോണ്ട് പോകും. പിന്നെ ഈ എപ്പോഴും കാണുന്ന കാഴ്ചയാണ് പോലീസ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ചെല്ലുമ്പം ഇവർ ഒരു ബറ്റാലിയൻ ആളുകൾ ചുറ്റും കൂടി നിന്ന് നമ്മളെ ഇതിനകത്തിൽ പെടുത്താൻ നോക്കണേ. ചാരിറ്റി സ്കാമാ. ഒരാൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. അപ്പോൾ ഇത് ഞാൻ ഈ ബാഗ് അടക്കി പിടിച്ചില്ലെങ്കിൽ ഇവർ ഈ ബാഗ് നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ അവർക്ക് ഇഷ്ടംപോലെ സ്ട്രാറ്റജി ഉണ്ട്. നമ്മളെ തോളലിടിച്ച് വീഴ്ത്തും. അപ്പോൾ മറ്റേയാൾ ബാഗ് എടുത്ത് തരുന്നതായിട്ട് കാണും. ഇതിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അവർക്ക് അതിനൊരു പ്രത്യേക കഴിവാണ്. അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ച് നിന്നുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അവർക്ക് ഈ ബാഗ് പിടിച്ചു പറിക്കാനൊരു അവസരം കിട്ടുന്നില്ല. എന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ സബർബൻ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നത്. എറിന്തിസ് മോളാണല്ലോ പാരീസിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങളിനി കുറച്ചു സബർബൻ ഏരിയയിലാണ് താമസിക്കുന്നത്. കാരണം മെയിൻ ഏരിയയിൽസ് കുറച്ചുകൂടെ പിന്നെ എക്സ്പെൻസീവ് ആയതുകൊണ്ട്. രാത്രിയിൽ വരുമ്പോൾ ഒരു ആള് അയാളുടെ ബിയർ ബോട്ടിൽ ഞങ്ങളുടെ മുഖത്തോട് നേരെ വലിച്ചെറിഞ്ഞു. കാരണം കുറച്ച് പർപ്പസ്ഫുള്ളി തന്നെ. കാര്യം അവർക്കത് ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നതോ നമ്മൾ ആ രാത്രിയിൽ അത്രയും ഞങ്ങളിങ്ങനെ തെരുവിൽ കൂടെ നല്ല രസമായിട്ട് വരികയാണ്. അപ്പം ഞാൻ കവിതയോട് അതാണ് പറയുന്നത്, എല്ലാ നഗരങ്ങൾക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് പണ്ട് തൊട്ടേ പുരാതന കാലം തൊട്ടേ ഡെവലപ്ഡ് ആയ സ്ഥലം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ ഒരു 11:30 കഴിഞ്ഞുള്ള ഒരു സമയത്ത് ഇൻസിഡന്റ്, അപ്പം അവരൊരു ബെറ്റാലിയൻ, ഒരു ഗ്യാങ് ആണ്. ഞങ്ങൾ പെട്ടെന്ന് അവർക്കൊരു തമാശയാകാം. ഇത് കഴിഞ്ഞ് നമ്മൾ ഭയക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ലൂട്ടിങ് ആണല്ലോ. ഇത്രയും എമിഗ്രൻസിന്റെ പ്രധാന പ്രശ്നം അവർക്ക് യാതൊരു രേഖകളും ഇല്ലാത്തതുകൊണ്ട് അവരെ വളരെ ഈസി ആയിട്ട് ഈ മുതലാളികൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, അവർക്ക് അക്കൗണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ എമൗണ്ടിൽ അവരെ പണിയെടുപ്പിക്കും. അപ്പം ഇവരെന്താണ് ചെയ്യുന്നത്, ലൂട്ടിങ് ആണ് അവരുടെ മറ്റൊരു വരുമാനമാണ്, സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി ഒരു പിന്നെ മെട്രോയിൽ കയറി ഇനി തിരിച്ചു വരികയാണ് ചെയ്തത്. പക്ഷേ ഇതേ ഒരു എമിഗ്രൻ്റ് തന്നെയാണ്, ഒരു പാകിസ്ഥാനി ഒരാൾ തന്നെയാണ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്തത്. അത് ഞാൻ പറഞ്ഞില്ല. അപ്പം നമുക്ക് അവരെ അടച്ച് പറയാനും പറ്റുന്നില്ല. അങ്ങനെയുള്ളത് അത് ഇന്ത്യയിലായാലും കേരളത്തിലായാലും സൗത്ത് ഇന്ത്യയിലായാലും എല്ലാം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് അത് ഞാൻ ആദ്യകാലത്ത് പോയൊരു യാത്ര പറയാം. അത് നമ്മൾക്ക് വളരെ സുപരിചിതമായ സ്ഥലമാണ് ഹൊഗനേക്കിൽ. അന്ന് ആ ഒരു നമ്മൾ റോജ മൂവിയൊക്കെ കണ്ടിട്ട് കൊട്ടവഞ്ചിയൊക്കെ നമ്മളെ, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനിപ്പോൾ ചെല്ലുന്നത്. അപ്പം വളരെ ഡെവലപ്മെന്റ്, ഇന്നാണത് കുറച്ചും കൂടെ ഒന്ന് ഒരു ടൂറിസത്തിന്റെ ഒരു കറക്റ്റ് ഒരു മുഖ്യധാരയിലേക്ക് വന്നത്. അന്നത് മെയിൻ സ്ട്രീമിലില്ല. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ച് രാത്രിയായി. അപ്പം നമ്മുടെ യാത്രകളെല്ലാം ഇപ്പോഴും ഇങ്ങനെ കുറച്ച് പ്ലാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുക, അല്ലെങ്കിൽ തൊട്ട് മുന്നിലുള്ള ടൗണിൽ എവിടെയും താമസിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈവനിങ് വൈകുന്നേരത്തെ ഹൊഗനേക്കിലും ആ നദിയിലെ യാത്രയും നിലാവും ഒക്കെയാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നമ്മളവിടെ ചെന്ന് നമ്മളെ ഒരു കാര്യങ്ങളൊക്കെ, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പന്തികേടുണ്ട്. കാരണം സഞ്ചാരികൾ ഒഴിഞ്ഞ ഇടം, അധികം ആളുകളെ ഇല്ല. ഇങ്ങനെ ഒരുപറ്റ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. നമ്മളിങ്ങനെ കൃത്യമായിട്ട് അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ മീൻ, അവിടുത്തെ നദിയിൽ നിന്ന് പിടിച്ച മീൻ പൊരിച്ച് വിൽക്കുന്ന കടകളൊക്കെയാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേകത. ഞാൻ എല്ലാം ഉറപ്പിച്ച് ഞങ്ങൾ നദിക്കരയിലേക്ക് പോയി കൊട്ടവഞ്ചിയിൽ കയറാൻ നിൽക്കുമ്പം അവിടുത്തെ ഒരു ലോക്കൽ സ്ത്രീ, അതുപോലുള്ള സാരിയൊക്കെ അങ്ങനെ എടുത്തൊരു സ്ത്രീ കുടത്തിൽ വെള്ളം എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ ഇവരിങ്ങനെ ഞാനോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ചെവിയിലോട്ട് വന്നിങ്ങനെ നമുക്ക് മെരിട്ട് പോരെ എങ്കിലും പൊക്കോ എന്നുള്ള രീതിയിൽ കുറേ തമിഴിൽ അവരുടെ ഒരു കുറച്ച് ലോക്കൽ തമിഴായിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ എനിക്ക് അവരെന്തോ പറയുകയാണെന്ന് ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യണം, ഇവിടെ നിൽക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഇതൊരു 10-15 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഞാനപ്പം ആദ്യം നമ്മളൊന്ന് ചെയ്യില്ല. പക്ഷെ എനിക്കൊരു സഞ്ചാരി എന്ന നിലയിൽ എപ്പോഴും ഞാൻ ലോക്കൽസ് പറയുന്നതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഏത് നാട്ടിൽ പോയാലും. കാരണം അത് അവർ പറയുന്നതിനകത്തുള്ളൊരു കാര്യം കാണണം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് മോളോടും പറഞ്ഞു, നമുക്ക് ഇന്ന് പോവേണ്ട, നമുക്ക് പിന്നെ കുറച്ചും കൂടെ ആളുകളുള്ള ഒരു സമയത്ത് വരാം. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇനി പോയപ്പോഴത്തേനും മറ്റവർക്ക് ദേഷ്യമായി, അവിടെ ഒരു ചെറിയ കശപിശ പോലായി, അവരുടെ ഒരു കച്ചവടം പോയി, അവർക്കെല്ലാം ഒരു പെട്ടെന്നൊരു നിരാശ പോലായി. എന്നിട്ട് ഞാൻ നടന്ന് മുകളിൽ വന്നപ്പോൾ ഇവർ വീണ്ടും എൻ്റെ ചെവിയിൽ വന്ന് അവർ പറയുന്നത്, ചിലപ്പം കൊട്ടവഞ്ചി ചിലപ്പം നിങ്ങളെ അപകടത്തിൽപ്പെടുത്താൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ദേഹത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ. പക്ഷെ അന്ന് എനിക്കത് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ഓൺ ടൈം ഇപ്പോൾ ചെല്ലുന്നു, അപ്പോൾ അവിടുത്തെ ലോക്കൽസ് പറയുന്ന കാര്യം നമ്മൾ കേൾക്കണം എന്നുള്ളതാണ്. കാരണം അത് അവർക്കറിയാം അതിനകത്ത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ നമ്മളത് കേട്ട് പോരുക എന്നുള്ളതാണ്. കാരണം സ്വന്തം ജീവൻ
പണയപ്പെടുത്തിക്കൊണ്ട് യാത്ര ചെയ്യണമെന്ന് നിർബന്ധമില്ല ഒരിക്കലും അങ്ങനെ. അപ്പം ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സൈഡിലുള്ള ആക്സിഡൻസും ഇപ്പം പണ്ടോട്ടേ പറയുന്നുണ്ടല്ലോ, ഒരു പല ഹൈവേയിൽ ആക്സിഡൻസ് പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്. അപ്പം അതും ഞാനത് വിശ്വസിക്കുന്നില്ലായിരുന്നു, അങ്ങനെ പർപ്പസ്ഫുള്ളി ആക്സിഡൻറ്റ് നടക്കുന്നൊന്നും. എൻ്റെ വളരെ അടുത്തൊരു കൊളീഗ് ഇതുപോലെ ബാംഗ്ലൂരിൽ വീടിൻ്റെ ആവശ്യമുള്ള മാർബിൾ എടുക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഇവരുടെ ഇന്നോവ കംപ്ലീറ്റ് ആയിട്ട് ഇടിയിലങ്ങ് തകരുകയാണ് സഞ്ചരിച്ചിരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായ ഒരു സംവാദങ്ങളൊക്കെ വെച്ച് ഇവർക്ക് മാത്രം ബോധമുണ്ട്, ബാക്കിയുള്ള ഹസ്ബൻഡിനില്ല, മകനില്ല. ഇവരെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലുകളുടെ ഏജൻറ്റുകളാണ് ആ സെക്കൻഡിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ഈ വരുന്ന മൊത്തം ഇങ്ങനെയുള്ളൊരു ക്രൗഡ്. അപ്പോൾ ഇവർ 4 പേരെ 4 ഹോസ്പിറ്റലിൽ അങ്ങ് കൊണ്ടുപോയി. ഇങ്ങനൊരു ആക്സിഡന്റ് നടക്കുമ്പോൾ നാച്ചുറലി ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അപ്പോൾ ഇവർക്ക് ഈ ആക്സിഡന്റ് തന്നെ ക്രിയേറ്റഡ് അതുപോലും അവര് സംശയം പറയുന്നുണ്ട്. അപ്പൊ ഈ അതിന്റെ അവിടെ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു ക്രൗഡും ഉണ്ട്. അതാണ് അതിനകത്തുള്ള ഹൈലൈറ്റ്. കാരണം ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിന്റെ ഏജന്റുകളാണോന്ന്, ഇതെല്ലാം അവരുടെ സംശയങ്ങൾ അവർ പറയുകയാണ്. അവസാനം ഇവര് നാട്ടിൽ ഇവിടോട്ടുള്ള ഹോൾഡുള്ള ആരോ വിളിച്ചു പറഞ്ഞ് എല്ലാവരെയും കൂടെ ഒരു ആംബുലൻസിൽ 1-2 ആംബുലൻസിലാക്കി നേരെ ഇവിടെ എറണാകുളത്തൊരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്ലാനിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരെ ബോധത്തെ കിടന്നുകൊണ്ടാണ് ഇവർക്കിത് കേൾക്കാൻ പറ്റിയത്. അവരുടെ കൈ ഫുള്ള് ഒടിഞ്ഞ് ചെറിയ പീസായി. അപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇത് അവർ ഡ്രസ്സ് ചെയ്തു. ഈ ഡ്രസ്സ് ചെയ്ത സാധനം ഇവിടെ വന്നിട്ട് അഴിക്കേണ്ടി വന്നു. അത് നിറച്ച് ചില്ലുകൾ കയറിയിരിക്കുന്നു. അപ്പൊ അത്രയും അലക്ഷ്യമായിട്ടാണ്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള യാത്രകളിലെ ഒരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ഏരിയ ട്രീറ്റ് ചെയ്യുന്നത് അത് ഓട്ട് ടൈമിൽ കൂടെ ആണെങ്കിൽ അവരൊരു ഏർലി മോർണിംഗ് ടൈമാണ്. അപ്പം ആക്സിഡന്റ് നടന്നാൽ നോബഡി വിൽ ബി ദെയർ. അപ്പോൾ അതും കൂടെയൊക്കെ നമ്മൾ ഈ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയുള്ള പല സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം ആക്സിഡന്റ് ഇൻ ദി മിഡിൽ ഓഫ് ആക്സിഡൻസിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഞങ്ങൾ 2 പേരും കൂടെ ഓടിപ്പോയി വണ്ടി പൊക്കിയെടുത്ത് ആളെ പൊക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കനകപുര റോഡിൽ കൂടെ ബാംഗ്ലൂർ ഇടിക്ക് വരുന്ന സമയത്ത് ഇതുപോലെ ഹൈവേയിൽ നിന്ന് ഒരു വണ്ടി തെന്നി അങ്ങ് പോവാണ്. അപ്പം ഈ ലോകം പിന്നെ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മള് നിസ്സഹായരാണ്. അപ്പൊ ഈ വലിയ വലിയ അഡ്വഞ്ചറിന്റെ ഒക്കെ അപ്പുറത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഈ അനുഭവമൊക്കെ ഉണ്ടായിട്ട് രമ്യ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്തിട്ടുണ്ടോ? അതും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ രീതിയിലും. ഈ അടുത്ത് പോയ ഏതെങ്കിലും യാത്രകളുണ്ടോ? അടുത്ത് ഈ റീസെന്റ് ആയിട്ട് ഞാനൊരു സൗത്ത് ഇന്ത്യൻ ഹാൻഡ്ലൂം വില്ലേജസ് തേടിയൊരു യാത്ര ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാഞ്ചീപുരം, ധർമാവരം, അങ്ങനെ അത് ആ ഒരു സർക്യൂട്ട്, മൈസൂർ സാരി, സിൽക്ക് സാരീസ്, അതെല്ലാം കൂടെ ഒന്ന് ഞാൻ പ്രധാനമായിട്ട് സാരിയിൽ ബൈ റോഡാണ് പോയത്. അതൊരു രസകരമായ യാത്രയായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഇതുപോലൊരു ട്രാവൽ എന്തൂസിയാസ്റ്റ് ഫ്രണ്ട് ആശു ചേച്ചി, ആശ ബിജു, ഞങ്ങൾ 2 പേരുടെയാണ് പോയത്. ഈ പോയ സമയത്ത് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം ഉണ്ടായി. ഞാൻ കാഞ്ചീപുരം ആദ്യം പോയി. കാഞ്ചീപുരം ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ ബാംഗ്ലൂർ ചെന്നൈ ഹൈവേ വഴിയാണ് ബാംഗ്ലൂരോട്ട് പോവുക. അപ്പോൾ ആ റോഡ് അധികം തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ഗൂഗിൾ സജസ്റ്റ് ചെയ്ത് അങ്ങനെ പോയാണ്. അതപ്പോൾ അധികം ആരും ഇല്ല. എൻ്റെ കൂടെയുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ ഭയങ്കര വലിയ അങ്ങനെ അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യുന്ന ഒരാളെന്നല്ല അദ്ദേഹം. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കത്തിലേക്ക് വീണു. ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോവുക. കുറേ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ട്രെയിറ്റ് ഹൈവേ ആണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ സ്ട്രെയിറ്റ് ഹൈവേയിൽ പ്രത്യേകിച്ച് വണ്ടികളൊന്നും എതിരെ വരുന്ന ഒന്നുമില്ല, ഒരു കോമ്പറ്റീഷനും ഇല്ല നമുക്ക് റോഡിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് വണ്ടി അങ്ങ് സഡൻ ബ്രേക്ക് ചെയ്യുക. അത് 4-5 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എന്തോ ചെയ്യണമെന്ന് ഞാനിങ്ങനെ സംസാരം കുറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു ക്ഷീണം പോലെ ഒന്ന് കിടക്കുന്നു. ഞാൻ ഈ റോഡിൽ പെട്ടെന്നൊരു ഒബ്സ്റ്റക്കിൾ കണ്ട പോലെ അങ്ങ് വണ്ടി അങ്ങ് സഡൻ ബ്രേക്ക് ഇട്ടു. അതെന്താണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ഈ ഹൈവേയുടെ ഒരു ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടില്ലയോ, അത് ശരിക്കും അങ്ങനെയാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് ഒബ്സ്റ്റക്കിൾസ് നമ്മളിടയ്ക്ക് ഒന്ന് സിഗ്നൽസ് വന്നൊന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ആകും. അപ്പോൾ എൻ്റെ മനസ്സിനകത്തോണ്ട് ഒന്ന് റിഫ്രഷ് ആവേണ്ട ടൈമായി ഞാൻ പൊതുവേ എങ്ങനെയാണ് ലോങ് റൈഡിൽ
ചെറിയൊരു ഇഷ്യൂ വന്നാൽ തന്നെ അപ്പം തന്നെ ഒതുക്കി ഒന്ന് ചായ കുടിക്കുക അങ്ങ് ചെയ്ത് അങ്ങനെയാണ്. ഈ ലാസ്റ്റ് ഞങ്ങളുടെ കൂടുതലും റോഡ് ട്രിപ്സ് ആയിരുന്നു ആദ്യകാലം മൊത്തം ബൈ ഓൾ ഓവർ ഇന്ത്യ. ഞങ്ങൾ ഒരു ധാരാളം തവണ ഞങ്ങൾ ഈ ഓൾ ഇന്ത്യ ട്രിപ്സ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് ഒരു വണ്ടിയിലും പിന്നെ സൈഡിലൊന്നും കടകളും ഒന്നുമില്ല, ഏകദാനമായ റോഡ്, എതിരെ വണ്ടികളില്ല. ചില സമയത്ത് അങ്ങനത്തെ റോഡ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ 4 മണിക്കൂർ ഇങ്ങനെ 5 മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു ഒറ്റ സഡൻ ബ്രേക്കാണ്. ഞാൻ പെട്ടെന്ന് റോഡിൽ എന്തോ കണ്ട പോലെ അങ്ങ് ബ്രേക്ക് ചെയ്ത്. പിന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു 3 സെക്കൻഡെങ്കിലും ഞാനല്ല ശരിക്കും. ഞാനിപ്പം ഞാൻ കണ്ണ് തുറന്നിരുന്നുള്ള ഒരു ഉറക്കം, അങ്ങനെ എനിക്ക് ഉറക്കം അങ്ങനെ ശരിക്കും അതായിരിക്കാം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അറിവ് എനിക്കില്ല. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ ഈ ലോങ് റൈഡ് പോകുമ്പോൾ ഇങ്ങനെ ചില്ലറ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബോഡിക്കുള്ളിൽ നമുക്ക് ഈ സ്ലീപ്പ് അപ്നിയ പോലുള്ള അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചില ഇഷ്യൂസ് വരും. അപ്പം ഇങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് നമ്മൾ വണ്ടി ഒതുക്കി നമ്മുടെ ആ ഒരു എന്തെങ്കിലും റിഫ്രഷ് ആക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങുക. അതുകൊണ്ട് നെക്സ്റ്റ് സ്ട്രെച്ചില്ല. അപ്പം ഞാൻ പിന്നെ ഞാൻ ഉടനെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സൈഡിലോട്ട് ഒതുക്കി ഞാനങ്ങ് ഉറങ്ങാൻ കിടന്നു. ആ ഉറക്കം ഏതാണ്ട് 1.25 മണിക്കൂർ ഞാൻ ഉറങ്ങി എന്നുള്ളതാണ്. അപ്പൊ അത്രയും ഉറക്കം എന്തോ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ പുള്ളിക്കാരി അപ്പൊ ഉണർന്ന് എന്റെ കൂടെ ഇരുന്നു. പുള്ളിക്കാരി എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്തോണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ സത്യം വരാം പുള്ളിക്കാരിനെ എണിപ്പിക്കാൻ ബ്രേക്ക് ഔട്ടിയതല്ലേ? ശരിക്കും അല്ല കേട്ടോ. കാരണം കൂടെ കിടന്നുറങ്ങും. എന്റെ ഹസ്ബൻഡിനുള്ള അസുഖമാണ് ഇത്. ശരി, നീ സുഖിച്ചങ്ങനെ കിടന്നുറങ്ങുമല്ലേ? പക്ഷെ അത് ഞാൻ തമാശ പറഞ്ഞതാ. അല്ല, ഞാൻ ബ്രേക്ക് ചവിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോ വണ്ടി അത് ബാക്കിൽ ഇത് സ്പീഡിൽ ഒരു വണ്ടി വരികയായിരുന്നെങ്കിൽ സിറ്റുവേഷൻ എങ്ങനെ മാറിയെന്ന് ആലോചിക്കുകയാണ്. ഞാൻ ആ ചെയ്തത് തന്നെ ഒരു ഭയങ്കര മണ്ടത്തരമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇപ്പോഴും ലൈൻ ട്രാഫിക്കിനെ പറ്റി നമ്മൾ അൺഅവെയറാണ്. അതിപ്പോൾ തന്നെ നമ്മുടെ പുതിയ ഹൈവേ ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് വിഷമം വരുന്ന കാര്യമാണ്. ഇതിൽ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നൊരു വലിയ ഒരു സ്ട്രാറ്റജിയാണ്. അത് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒരു കഴിവാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ സൗത്ത് ഇന്ത്യൻ ഹാൻഡ്ലൂം വില്ലേജസ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ രാമനഗര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി ഏറ്റവും സ്ലോവസ്റ്റ് ട്രാക്കിൽ തിരിഞ്ഞിട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഈ സ്ലോവസ്റ്റ് ട്രാക്കിലോട്ട് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ 140 കിലോമീറ്റർ സ്പീഡിൽ ഒരു ഇന്നോവ പാഞ്ഞു വരുമെന്ന്. അപ്പം ഞാനിങ്ങനെ ഇൻഡിക്കേറ്റർ ഇട്ട് ട്രാക്ക് മാറി വരുമ്പം ആ സ്ലോ ട്രാക്കിൽ കൂടെ ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു വണ്ടി പാഞ്ഞു പോയതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇപ്പം നമ്മുടെ കേരളത്തിൽ കൂടി പോകുന്ന ഈ ഒരു ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ആക്സിഡൻറ്റ്, നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ തന്നെ പുള്ളിയുടെ ഡ്രൈവർ പറയുന്നുണ്ടല്ലോ, ഒരു ലോറി ദിശ തെറ്റിച്ച് ട്രാക്ക് തെറ്റിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കി, ഒരൊറ്റ സെക്കൻഡിലാണ് ജീവിതം. അപ്പം ഈ യാത്രയിൽ ഈ അൺസർട്ടനിറ്റികളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാവണം ഏത് യാത്രകളും. ഈ ട്രാഫിക് റൂള് അതായത് നമുക്ക് പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ വിദേശത്ത് താമസിക്കുന്നവർ, നിങ്ങൾ വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ് ട്രാഫിക് ലൈനിന്റെ കാര്യം, ഒന്ന് ശുചിത്വമില്ലായ്മ, തെരുവ്. നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ശുചിത്വം ഉണ്ടായിരിക്കും. അത് കവിത പറഞ്ഞപ്പോൾ എനിക്കിതൊരു ശ്രീലങ്കൻ യാത്രയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഞാൻ ശ്രീലങ്കയിലോട്ട് ചെന്നിറങ്ങുമ്പോഴേ ആ ഡെപ്റ്റ്, മറ്റേ അവിടുത്തെ കുറേ എത്നിക് ക്രൈസിസ് ഏറ്റവും പീക്ക് ടൈമിലാണ് ഞാൻ ശ്രീലങ്കയിൽ പോയി ഇറങ്ങുന്നത്. അത് പിന്നെ പ്രൈം മിനിസ്റ്ററിനെ എല്ലാം അവർ മാറ്റി അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ചെന്ന് ഇറങ്ങുമ്പോൾ എന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ശ്രീലങ്കയുടെ ട്രാഫിക് സംസ്കാരം. ഞാൻ ഇതൊക്കെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടിക്കാലം തൊട്ടേ അവിടെ കുട്ടികളിൽ തന്നെ ട്രാഫിക് സെൻസാണ്, സിവിക് സെൻസ് ആൻഡ് ട്രാഫിക് സിഗ്നൽസ് എങ്ങനെ ഇത് ചെയ്യും, ഇതെല്ലാം അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുന്ന പോലെ എത്രത്തോളം ഒരു അച്ചടക്കത്തിലാണെന്നറിയാമോ. അതുപോലെ തന്നെ പിന്നെ ഈ ക്ലെൻലിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലൊന്നും പോകണ്ട, നമ്മുടെ അടുത്തെടുക്കുന്ന അതാണ്. അതായത് നമുക്ക് ശരിക്കും ഈ തമിഴ്നാട്ടിലെ ആ ഒരു എൻഡിൽ നിന്നും ശ്രീലങ്കയിലോട്ട് ജസ്റ്റ് 17-24 കിലോമീറ്ററേ ഉള്ളൂ. ജസ്റ്റ് 24 കിലോമീറ്റർ ദൂരെ ഇന്ത്യയിൽ നിന്നും കിടക്കുന്ന ഒരു രാജ്യത്താണ് ഇത്രയധികം വൃത്തി, ട്രാഫിക്. പിന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഏറ്റവും അധികം, ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലാസ് ചായക്ക് 149 ശ്രീലങ്കൻ റുപ്പിയുള്ള സ്ഥലത്തോട്ട് ഞാൻ ചെല്ലുമ്പോൾ പോലും ഒരാൾ ലൂട്ട് ചെയ്യുന്നില്ല നമ്മളെ. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പം ഈ കണ്ടക്ടർ എന്ന് പറയുന്ന അദ്ദേഹം നമ്മളോട് കാണിക്കുന്ന സൗഹാർദ്ദം, ഒരു ടുക് ഡ്രൈവർ പലപ്പോഴും കേരളത്തിൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കേരള ട്രാവൽ മാർട്ട് പോലുള്ള അവരെല്ലാവരും ഈ വലിയ ട്രാവലേഴ്സും വലിയ സോഷ്യൽ മീഡിയ സ്റ്റാർസും ഒക്കെയാണ്. അതായത് നല്ല എക്കണോമിക്കലി വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇവിടെ വന്നിട്ട് അവർ ടുക്കാണ് പിടിക്കുന്നത്. അവർ നിലവിൽ ഓട്ടോറിക്ഷ ടുക്ക് എവിടെ. അപ്പം അവർ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവരുടെ നമ്മുടെ നാടിൻ്റെ കൾച്ചർ
അറിയണമെങ്കിൽ ഈ ലോക്കൽ അവർ അതിൽ കൂടിയാണ് അറിയുന്നത്. അപ്പം നമ്മൾ എത്ര നന്നായിട്ട് അവരോട് ബിഹേവ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പല യാത്രകളിലും ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പ് യാത്രകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നോ കേരളത്തിൽ നിന്ന് വരുന്നോ ഒന്നുമല്ല, നമ്മൾ ഇന്ത്യനാണ്, പുറത്തും നമ്മുടെ ഇന്ത്യനാണ്. അപ്പൊ ഇന്ത്യൻ നമ്മൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആണ് നമ്മൾ ഓരോരുത്തരും. നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെല്ലാം നമ്മളെ അവർ നമ്മൾ കാണിക്കുന്ന ഏതൊരു കാര്യം, ഒരു സ്റ്റെയറിങ് ആവട്ടെ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കൗണ്ടറിൽ നമ്മൾ കാണിക്കുന്ന ഒരു മാനേഴ്സ് ഇല്ലാത്തൊരു തായ്ലാൻഡിലും മലേഷ്യയിലാണ് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ കംപ്ലൈന്റ്. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഞാൻ ഈ ഗ്രൂപ്പ് ടൂറായിട്ട് ഞാൻ ബാലി പോയിരുന്നു ശരിക്കും, പക്ഷേ മലേഷ്യ ഫ്ലൈറ്റ് അവിടെ സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ ഒരു ചിപ്സ് പാക്കറ്റ് പറന്നു പോകുന്നു തൊട്ടപ്പുറത്തെ സീറ്റിലേക്ക്. കാരണം ഈ ഗ്രൂപ്പ് ടൂറിൽ ഈ ഒരു ഫാമിലി 5 പേര് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ്, നൈബേഴ്സ്, ഫ്രണ്ട്സ് അവരൊക്കെയാവും. അപ്പോൾ അവരുടെ അത് അവരുടെ ലോകമാണ്. പക്ഷെ അതല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഈവൻ എയർ ഹോസ്റ്റസുമാർ പോലും കേരളത്തിൽ നിന്നുള്ളവരല്ലല്ലോ. അവരുടെ മുഖത്ത് നമുക്ക് ആ ഇറിറ്റേഷനും അവിടുന്ന് നമുക്ക് രക്ഷപ്പെടണം. ക്യാമറ കാണുന്നില്ല, ക്യാമറ എടുത്തെടുക്കുന്നു, പട്ടികളെല്ലാം കൂടെ ചുറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ കറങ്ങുന്ന പോലെ പട്ടികൾ സ്ഥലത്തോട്ട് നോക്കി നിന്നാണ് ഇതെല്ലാം കൂടി കുരയ്ക്കുന്നത്. നമുക്ക് തന്നെ ഉമ്മയെ അവിടെ അടുത്തിരുത്തി വായിച്ച് കേൾപ്പിച്ചു എന്ന് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചെവിയിലെ ഇയർ ലോബില്, പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ ബാൻഡേജസാ. പിന്നെ ഞാൻ ഒരാളോട് അന്വേഷിച്ച് ഈ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനുള്ള സർജറി നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാരും. ഞാൻ എൻ്റെ മോളും കൂടിയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും നോക്കുന്ന പോയിന്റൊക്കെ ഒന്നാണ്. അപ്പോൾ എത്തിക്കല് നമ്മൾ പറയാം, അമ്മ നമ്മൾ രണ്ടുപേരും ഒരാളെ നോക്കുന്നത് ശരിയാണോ? ബസ്സിലോട്ടൊക്കെ നമ്മൾ കയറുമ്പം ഒരു ബസ് നിറയെ സുന്ദരന്മാരും സുന്ദരികളും. ഈ യൂറോപ്പ് ട്രിപ്പിൽ പോയപ്പോൾ തന്നെ ഫ്ലൈറ്റില് ലിക്കർ എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ നമ്മുടെ അടുത്ത പ്രശ്നമാണ്. അതാണ് വലിയ പ്രശ്നമാണല്ലോ.